9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ 2 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ബേസ് ആയിരുന്നു പറഞ്ഞത്. രണ്ടാമത്തെ പാർട്ടിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിനെയും വെച്ചുള്ള കണക്കുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇട്ടത്. അത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ പഠിക്കുന്നത് വെലോസിറ്റിയെ കുറിച്ചാണ്. വെലോസിറ്റിയുടെ മലയാളം എന്താ കുഞ്ഞുങ്ങളെ? പ്രവേഗം എന്നാണ് കേട്ടോ. ഓരോന്നിന്റെയും മലയാളം ഉൾപ്പെടെ ഞാൻ തന്നുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും കേട്ടോ. അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാന്തരം, സ്പീഡ് എന്ന് വെച്ചാൽ അകലം, ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. പ്രവേഗം എന്ന് പറയുന്നതിനെയാണ് വെലോസിറ്റി, ആക്സലറേഷൻ എന്ന് വെച്ചാൽ ത്വരണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതൊരു വലിയ ചാപ്റ്ററാണ് കേട്ടോ. ഒറ്റയടിക്കൊന്നും തീരത്തില്ല. സ്പീഡ് കണ്ടുപിടിക്കണം. നമുക്ക് സ്പീഡ് എങ്ങനെയാണ്, ഒരു ട്രെയിൻ പോകുമ്പം അത് എത്ര ദൂരം പോകുന്നു, അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. വെലോസിറ്റി, പ്രവേഗം കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്പീഡ്, രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറേ കണക്കുകൾ ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെയാണ്. ഇനി ഞാനത് പറയുന്നില്ല, കാരണം 2 പാർട്ടിൽ ഞാൻ പറഞ്ഞതാണ്. ഇത് ഇനി നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് വെലോസിറ്റിയെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. എന്താണ് വെലോസിറ്റി എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് ടെസ്റ്റിലോട്ട് പോകാം. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം കേട്ടോ. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഈ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. ഓർമ്മയുണ്ടോ? വെക്റ്റർ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ വേറെ ഒന്നോടുണ്ടായിരുന്നല്ലോ, ഏതാ, പിന്നെ സ്കെയിലർ ക്വാണ്ടിറ്റിയും. ഈ സ്കെയിലർ ക്വാണ്ടിറ്റി പറയുന്നതാണ് അദിശ അളവുകൾ കേട്ടോ. അതുപോലെ തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് സദിശ അളവുകൾ. ആ ദിശ അളവുകളും സദിശ അളവുകളും. സദിശയാണ് വെക്റ്റർ, ആ ദിശയാണ് സ്കെയിലർ കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പം ഇവിടെ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സദിശ അളവാണ് കേട്ടോ. ഓരോന്നും ഒരു മാർക്കിന്റെ ചോദ്യത്തിന് പ്രത്യേകം ചോദിക്കുന്നുണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആവും നിങ്ങളെ? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ദ ഡിറക്ഷൻസ് ഓഫ് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ദ സെയിം. നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചില്ലായിരുന്നോ? ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും എന്താ? സെയിം ആണ്. ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ നേരത്തെ സ്പീഡും ഒക്കെ പഠിച്ചു വന്നത് ഓർമ്മയുണ്ടോ? മറന്നു പോലെ ഒന്ന് പഠിക്കുമ്പോൾ. അതായത് അതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മലയാളം മീഡിയക്കാർ അത് എഴുതിയെടുക്കുക, ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കുക. എന്താണ് വെലോസിറ്റി എന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പം നമുക്കിവിടെ ടെസ്റ്റിനകത്തിൽ ഒരു പടം തന്നിട്ടുണ്ട്. എല്ലാത്തിനും അതിലും ഒരു പടം ഉൾപ്പെടെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാമല്ലോ. ഓക്കെ, നമുക്ക് ചെയ്യാൻ നോക്കൂ. നിങ്ങളുടെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്നാണ്. അവിടെ പിക്ചർ നോക്കിക്കേ. ചിത്രം 2.4 അല്ലേ? അപ്പം എന്താ? PQR എന്ന് പറയുന്ന ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. നോക്കി കുഞ്ഞുങ്ങളെ, ഒരു കുട്ടിയുടെ സഞ്ചാരപാതയുടെ ചിത്രീകരണമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ മീൻസ് ആണ്ട് ഇവിടെ ഒരു കുട്ടി നിപ്പുണ്ട് കേട്ടോ. ഈ കുട്ടിയുടെ സഞ്ചാരപാത അത് നടന്നു പോയ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. P എന്ന, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, P എന്ന സ്ഥലത്ത് നിന്ന് കുട്ടി യാത്ര ആരംഭിച്ച് പിയിലാണേ നിന്നത്. ഇവിടെ നിന്നും യാത്ര ആരംഭിച്ച് ഇതെവിടെ ചെന്നു? ക്യൂവിൽ ചെന്നു. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും പഠിച്ചില്ലയോ? അതുപോലെ ക്യൂ വഴി അതെവിടെ വന്നു? ആറിൽ വന്നു. മനസ്സിലാക്കണേ. പിയിലായിരുന്നു ഈ കൊച്ചു നിന്നത്. പിയിൽ നിന്നും ക്യൂവിൽ വന്ന്, ക്യൂവിൽ നിന്നും അത് പിന്നെ ഇവിടെ വന്നു, ആറിലെത്തി. മൊത്തം അതെടുത്ത സമയം 18 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിയിൽ നിന്നും ക്യൂവിലെത്താൻ അത് 40 മീറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മീറ്റർ എടുത്തു? 40 മീറ്റർ. എത്ര സെക്കൻഡ് കൊണ്ടാണ് എത്തിയെന്ന് നോക്കിയേ? 8 സെക്കൻഡ് കൊണ്ടാണ് എത്തിയത്. ഇനി അത് ക്യൂവിൽ നിന്നും ആറിലെത്താൻ, ക്യൂവിൽ നിന്ന് ആറിലെത്താൻ എത്ര? 50 മീറ്റർ ആണ്. അത് 10 സെക്കൻഡ് കൊണ്ട് ആ കൊച്ചവിടെ എത്തി. നോക്കണേ. അപ്പം മൊത്തം എത്ര സമയം എടുത്തു എന്ന് നമുക്ക് പറയാം. എത്ര? 18 സെക്കൻഡ്. ഇവിടുന്ന് ഇവിടെ വരെ 8 സെക്കൻഡ്, അവിടുന്ന് ഇവിടെ വരെ 10 സെക്കൻഡ്. അപ്പം മൊത്തം 18 സെക്കൻഡ്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അപ്പം നമുക്കിനി അവർ ചോദിക്കുന്നതിന് മറുപടി പറയാം. ഒന്നാമത്തെ ചോദ്യം, പിയിൽ നിന്നും ക്യൂ വഴി 6 എന്ന സ്ഥലത്തെത്താൻ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്ര? ഞാനത് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഡൗട്ട് നിങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ മലയാളം മാത്രമല്ല നോക്കി രണ്ടും പറയുന്നു. ഓക്കെ, ആ പടം കാണാൻ പറ്റുന്നുണ്ടല്ലോ?
വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ചൈൽഡ് ടു റീച്ച് ആർ ഫ്രം പി ത്രൂ ക്യൂ? പിയിൽ നിന്നും ക്യൂ വഴി ആർ എന്ന സ്ഥലത്തെത്താൻ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? എത്രയാണ് നിങ്ങളെ ആ കുട്ടി സഞ്ചരിച്ച ദൂരം എത്രയാ? നമുക്ക് ആ പടം നോക്കിയേ. ആദ്യമേ അത് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി അല്ലേ? സഞ്ചരിച്ച നമ്മളോട് ചോദിച്ച ദൂരമാണ്. ചോദ്യം കേട്ടിട്ടേ എഴുതാവൂ. നമ്മളോട് ചോദിച്ച ദൂരം മീൻസ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചാടി കയറി എഴുതി വെക്കരുത്. ചോദ്യം കേട്ടിട്ടേ എഴുതാവൂ. എത്ര ദൂരമാ? ആദ്യമേ അത് ഈ പിയിൽ നിന്നും ക്യൂവിലെത്തി. എത്ര നോക്കിയേ? 40 മീറ്റർ അല്ലേ? ക്യൂവിൽ നിന്നും പിന്നെ ഇവിടെ എത്തി. എവിടെ എത്തി? ആറിലെത്തി അല്ലേ? അപ്പോൾ എത്ര? 40 മീറ്ററും ദൂരമാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? 40 മീറ്ററും 40 മീറ്റർ പ്ലസ് 50 മീറ്റർ ഈസിക്കൽ ടു 90 മീറ്റർ ആണ് ആ കൊച്ചു സഞ്ചരിച്ചത് കേട്ടോ. 90 മീറ്റർ, അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ 40, അവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ 50. അപ്പം മൊത്തം 50 40 90 മീറ്റർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ചൈൽഡ് വെൻ ദ ചൈൽഡ് ട്രാവൽ ഫ്രം പി ടു ആർ ത്രൂ ക്യൂ? അതായത് കുട്ടി പിയിൽ നിന്നും ക്യൂ വഴി പിയിൽ നിന്ന് കേട്ടോണേ ക്യൂ വഴി ആറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടിയുടെ വേഗം എത്രയാണ്? ഇനി രണ്ടാമത് ചോദിച്ചാൽ നമ്മളോട് എന്താ? സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ചോദിച്ച ഡിസ്റ്റൻസ് മീൻസ് ദൂരം. ഇനി സ്പീഡാണ് ചോദിച്ചത്. സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? വേഗം. എത്ര വേഗത്തിലാണ് ഈ കൊച്ച് ചെന്നതെന്ന്. എത്രയായിരിക്കാം? നിങ്ങളൊന്ന് പറഞ്ഞേ, എത്രയായിരിക്കും? അതായത് സ്പീഡ് കണ്ടുപിടിക്കണം. നമ്മളോട് സ്പീഡാണ്, എത്ര സ്പീഡിലാണ് സഞ്ചരിച്ചതെന്ന് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് കണ്ടുപിടിക്കണം. നമുക്കറിയാം സ്പീഡ് കാണാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലേ? എന്തായിരിക്കും സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഇവിടെ താഴെ ഞാൻ എഴുതിയിട്ടുണ്ട് ഡിസ്റ്റൻസ് ബൈ ടൈം കേട്ടോ. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? എന്നാലും നോക്കിയേ, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? വേഗം അല്ലേ? ഈ വേഗം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ ടൈം കേട്ടോ. ഡിസ്റ്റൻസ് ബൈ ടൈം അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഇക്വേഷൻ എല്ലാം നമ്മൾ ആദ്യമേ പഠിച്ചതാണ്, ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. വേഗം കാണണമെങ്കിൽ അകലം ബൈ സമയം. ഇത് നിങ്ങൾ ഇനി അത് കണ്ടില്ലെങ്കിൽ ഇത് കണ്ടേ. ഒന്നാമത്തെ പാർട്ട് ഇനി കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വൃത്തിയായിട്ട് എഴുതിയിരിക്കണം. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. എന്താണ്? വേഗം അല്ലെങ്കിൽ വേഗത കാണുന്നത് അകലം ബൈ സമയമാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ നോക്കിക്കേ, എത്രയാണ് ഇവിടെ തന്നിരിക്കുന്ന അകലം? എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 90 ആണ് അല്ലേ? ആ കുട്ടി പോയ വഴി എന്ന് വെച്ച് പറഞ്ഞാൽ 90 ആണ് അല്ലേ? 90 ബൈ അല്ലേ? എത്ര സമയം എത്ര എടുത്തേ? 18. 90നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും കേട്ടോ. എത്ര? 5 കിട്ടും. നിങ്ങൾ 90നെ മാറ്റിയിട്ട് 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 5 മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ പഠിച്ചായിരുന്നു എന്താ? വെലോസിറ്റിയുടെയും കേട്ടോ സ്പീഡിൻ്റെയും ഒക്കെ യൂണിറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. യൂണിറ്റ് എല്ലാത്തിൻ്റെയും ഏത് വേർഡ് പ്രോബ്ലം മീൻസ് ഇതെല്ലാം ചോദിക്കുമ്പോഴും എന്താണ്? അതിൻ്റെ യൂണിറ്റ് എഴുതണം കേട്ടോ. യൂണിറ്റ് എഴുതണം. ഇത് ഇത്രയും അങ്ങ് നോക്കിയേ. നമ്മുടെ ചോദ്യം ഇതാണ്. ഓരോ ചോദ്യത്തിനും അതിൻ്റെതായ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് പിയിൽ നിന്നും ക്യൂ വഴി ആർ എന്ന സ്ഥലത്തെത്താൻ കുട്ടി സഞ്ചരിച്ച ദൂരം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പം നമ്മളിതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 90 കിട്ടി കേട്ടോ. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് കുട്ടി പിയിൽ നിന്നും ക്യൂ വഴി ആറിലെത്തുമ്പോൾ കുട്ടിയുടെ വേഗത എത്രയായിരുന്നു? അവിടെ സമയം കൊടുത്തിട്ടുണ്ട്. എത്ര? വേഗം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അല്ലേ? ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയാം, ടൈം എത്രയാണെന്ന് നമുക്കറിയാം. അത് വെച്ച് ചെയ്തപ്പം 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയത്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ടോ നിങ്ങളെ? കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇനി നമ്മളോട് എങ്ങനെ വെച്ചാലും നമുക്കറിയാം. കാരണം നമ്മളെന്താ 1 2 ഭാഗത്തിന് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചതാ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ നോക്കിയേ, അത് വളഞ്ഞും ഒന്നും പോകത്തില്ല. ഒറ്റ വരെയുള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. സ്ട്രെയിറ്റ് ആയിരിക്കും എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ്, ലോങ് സ്ട്രെയിറ്റ് ലൈന്. അല്ലാതെ ഈ കൊച്ചതാണ് ഇവിടെ ചെന്നു അവിടുന്ന് ഇങ്ങനെ വന്നു ഇങ്ങനെയൊക്കെ, അതൊക്കെ എന്താ? ഡിസ്റ്റൻസ് ആണ് അല്ലേ? പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വര. ആരുടെ നോക്കിക്കേ, പി മുതൽ 6 വരെ എത്ര ഉണ്ടെന്ന് നോക്കിയേ.
എത്ര 72 മീറ്റർ എന്ന് എഴുതണം കേട്ടോ. എല്ലാത്തിൻ്റെയും എന്താണ് എന്ന് എഴുതി നമ്മൾ നോക്കിയാൽ ഇവിടെ 90 മീറ്റർ കണ്ടോ, ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ 72 മീറ്റർ. അതുപോലെ എല്ലാം അതിൻ്റെ യൂണിറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഇനി ഞാൻ പറയണ്ടല്ലോ. സ്പീഡ് കാണുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, വെലോസിറ്റി കാണുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, ടൈം കാണുന്നത് S/V ആണ് കേട്ടോ. സമയം കാണാനുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. നമ്മളിപ്പോൾ പഠിച്ചത് ഏതാ? സ്പീഡാണ്. നമുക്കിനി സമയം പഠിക്കാനുണ്ട്. ഓക്കെ, കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചോണ്ടോ നിങ്ങൾ. എന്ന് വെച്ചാൽ P മുതൽ R വരെ എന്ന് വെച്ചാൽ എവിടെയാണ് ഇപ്പോൾ ആ കുട്ടി നിൽക്കുന്നത്? Rൽ നിൽക്കുമല്ലേ, അപ്പം P ഇങ്ങോട്ട് പോയാൽ പോരെ. അപ്പോൾ ഇതാണ് എന്താ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഇപ്പുറത്ത് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, നോക്കണേ നിങ്ങളെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് 72 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചത് 18 സെക്കൻഡ് സമയം കൊണ്ടല്ലേ എങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം കണക്കാക്കണം. സ്ഥാനാന്തരം എന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം എന്ന് നമ്മളോട് പറയുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയണം കേട്ടോ. സ്ഥാനാന്തരം എങ്ങനെയായിരിക്കും നമുക്ക് കാണുന്നത്? 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ. സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സ്ഥാനാന്തരം മീൻസ് ഇവിടെ സ്പീഡാണ്. 1 സെക്കൻഡിലുണ്ടായത് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ സ്ഥാനാന്തരം ബൈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര ആവുന്നില്ല? 72 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 18 എന്ന് വെച്ചാൽ സമയം തന്നിട്ടുണ്ട്. 72നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 4 മീറ്റർ പെർ സെക്കൻഡ് വരും കേട്ടോ. മുമ്പ് നമ്മൾ 90നെ 18 വെച്ച് ചെയ്തപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ 72നെ 18 വെച്ച് ചെയ്തപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരമാണ് ഇവിടെ എന്താ? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ദിശ ഏതാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഏതാവും നിങ്ങളെ ഇതിൻ്റെ ദിശ എങ്ങനെയായിരിക്കും? നോക്കിയേ, ഇങ്ങനെയല്ലേ പോയേക്കുന്നത്? നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടെ വരെ നേരെയല്ലേ പോയേക്കുന്നത്, ഇല്ലയോ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ദിശ എങ്ങനെ എഴുതാം? ഇതല്ലേ PR. ഇനി സ്ഥാനാന്തരത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും ദിശ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പ്രവേഗം കാണുന്നതിനുള്ള ഇക്വേഷൻ കേട്ടോ, അതായത് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. S/T കേട്ടോ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു S/T. എസ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. T എന്താണ്? ടൈം കേട്ടോ. അതൊക്കെ നമ്മൾ കുറേ ഇക്വേഷൻ കുറേ എഴുതിയിട്ടുണ്ട്. അവരതൊന്ന് കാണിച്ചിരിക്കുകയാണ്. അതെ, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്, സമയത്തിൻ്റെ യൂണിറ്റും ഒക്കെ എന്തായിരിക്കും? യൂണിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നത്? മീറ്റർ പെർ സെക്കൻഡിലാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ, മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ ആണല്ലോ? അത്രയും ഓക്കെ ആണല്ലോ? നമുക്ക് അതിൻ്റെ ബാക്കി കണക്ക് ചെയ്യാം. അതായത് ഇവിടെ അതിൻ്റെ പ്രവേഗം എന്താണ്, മീൻസ് വെലോസിറ്റി എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ആദ്യമേ തന്നെ പറഞ്ഞു എന്താണെന്ന് കേട്ടോ. ഇനി പാഠ ആരംഭത്തിൽ കുട്ടി ഉന്നയിച്ച സംശയം ഇനി നമുക്കൊന്ന് പരിഗണിക്കാം. ഒന്നാമത് തന്നെ ആ കുട്ടി ഇവിടെ നിന്ന് ചോദിക്കുന്ന ഈ ട്രെയിനും അല്ലേ, ഫസ്റ്റ് ഇതിൽ തന്നെ ഈ ഒരു ചോദ്യം കണ്ടോ. ട്രെയിൻ പാളവും ട്രെയിനും തമ്മിലുള്ള ചോദ്യം ഉണ്ടല്ലേ. ഇതാണ് ഇനി ഇവിടെ കിടക്കുന്നത്. നോക്കിക്കേ, അതായത് പാഠ ആരംഭത്തിൽ കുട്ടി ഉന്നയിച്ച സംശയം ഇനിയും പരിഗണിക്കാം. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിൻ്റെ നീളം നോക്കൂ നിങ്ങളെ, 200 മീറ്ററാണ് കേട്ടല്ലോ. 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം. അപ്പോൾ പ്രവേഗം തന്നിട്ടുണ്ട്, ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. ഇതാണ് സഞ്ചരിക്കുന്നത്. ഈ ട്രെയിൻ 800 മീറ്റർ നീളമുള്ള ഒരു നേർപാലം കടക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ നീളം നമുക്ക് ഓൾറെഡി തന്നു, 800 മീറ്റർ ഉണ്ട്. ട്രെയിനിൻ്റെ നീളം 200 മീറ്ററാണ്. അപ്പം പാളവും ട്രെയിൻ കിടക്കുന്നുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നീളം എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് എന്തറിയാൻ പറ്റും? സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് പാലത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. എസ് എന്തോന്നൊക്കെ അറിയാവേ? ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. ഫസ്റ്റിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ എഴുതിയതിൽ ഇനി അത് വെച്ച് ബാക്കി അല്ലേ. നോക്കിയേ, എസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇനി ഞാൻ ഇത് കാണിക്കാഞ്ഞത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഓരോന്നിൻ്റെയും കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിക്കേ, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് നോക്കിയാൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടുക. പാലത്തിൻ്റെ നീളവും നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്, ട്രെയിനിൻ്റെ നീളോടെ കൂട്ടിയപ്പം 1000 മീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കാണുന്നത് എത്രയാണെന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. കാരണം എന്താ, ചോദ്യത്തിലുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗമെന്ന് നമ്മുടെ ചോദ്യത്തിലുണ്ട്
കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താ നോക്കിക്കേ, എത്ര സമയം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ സമയം കാണാനുള്ള ഇക്വേഷന്. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എന്താണ് സമയം കാണുന്നത്, ടി. സമയത്തിന് ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ടി എന്ന അക്ഷരം കൊണ്ടാണ് അല്ലേ. അപ്പോൾ ടി കാണാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാ കുഞ്ഞുങ്ങളെ സമയം കാണാനുള്ള ഇക്വേഷൻ? S/V എന്നാണ് കേട്ടോ. S/V എന്ന് വെച്ചാൽ സ്ഥാനാന്തരം ബൈ പ്രവേഗം എന്നാണ് പറയുന്നത് കേട്ടോ. ടി എന്ന് വെച്ചാൽ എന്താണ്, ടി ടൈം ഈസിക്കൽ ടു എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വി. അവിടെ മൊത്തം ഡിസ്പ്ലേ എന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 1000 കിട്ടി. പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് വെച്ചാൽ 20 അപ്പം 1000/20 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 വെട്ടിപ്പോയി. അപ്പം 100ൻ്റെ പകുതി എന്ന് പറയുന്നത് 100/2 എന്ന് വെച്ചാൽ 100ൻ്റെ പകുതി എന്ന് പറയുന്നത് 50 എന്ന് എഴുതി വെക്കരുത്. 50 എന്താന്ന് എഴുതി വെക്കണം, എന്താ, സെക്കൻഡാണ് കേട്ടോ. 50 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്ക് നോക്കൂ കുഞ്ഞുങ്ങളെ. ചിത്രം 2.4 P മുതൽ Q വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും നമുക്ക് കണക്കാക്കാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആണ്ടേ, അതായത് ഇതല്ലല്ലോ, എല്ലാം കൂടെ ചെയ്തിട്ട് ഇപ്പോൾ ഏതാന്ന്, പേജ് നമ്പർ 32. ഓക്കെ, ഇതാണ്ടാവില്ലേ അതണ്ടേ. അതായത് ചിത്രം 2.4 ഇവിടെ പടവും ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും. ഓക്കെ, ചിത്രം 2.4 P മുതൽ Q വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും നമുക്ക് കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. P എന്ന് പറയുന്നത് ദാണ്ട് ഇവിടാണ് കുട്ടി നിൽക്കുന്നത് അല്ലേ. Q എന്ന് പറയുന്നത് ഇവിടെ, R എന്ന് പറയുന്നത് ഇവിടെ. P മുതൽ Q വരെയുള്ള കുട്ടിയുടെ വേഗമാണ് കേട്ടോ. ചോദ്യം കേട്ടിട്ട് വേണം. വേഗവും അതുപോലെ തന്നെ എന്താ സ്പീഡും അറിയണം, അതുപോലെ തന്നെ വെലോസിറ്റിയും അറിയണം കേട്ടോ. വേഗം എന്ന് വെച്ചാൽ സ്പീഡാണ്, പ്രവേഗം എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ് കേട്ടോ. അപ്പം കുട്ടിയുടെ വേഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വേഗം എന്ന് വെച്ചാൽ സ്പീഡാണ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഈ ചാപ്റ്റർ ഇക്വേഷനാണ് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണേ. എന്താ, ദൂരം, അതായത് സ്പീഡ് എന്ന് വെച്ചാൽ വേഗം കാണുന്ന ഇക്വേഷൻ ദൂരം ബൈ സമയമാണ്. ദൂരം നമുക്കറിയാം, എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദ്യം കേട്ടോണേ. P മുതൽ Q വരെ. P എന്ന് പറഞ്ഞ ഇതാണ്, Q എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെ മുതൽ ഇവിടെ വരെ കൊച്ചു എത്ര മീറ്ററാണ്? 40 മീറ്റർ. സമയം എത്ര എടുത്തു? 8 സെക്കൻഡ്. അപ്പോൾ 40/8 5 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയാ കിട്ടിയെന്ന് പഠിച്ചേ? സമാധാനത്തെ ഇരുന്ന് പഠിക്കണം. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്, ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ പാർട്ടായിട്ടും 2-3 പേജിൽ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് മറിച്ച് നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഒരു ചാപ്റ്റർ ആണെങ്കിലേ, അതുകൊണ്ട് സ്പീഡിൽ പോകുന്നതാട്ടോ. അതുകൊണ്ട് കുട്ടിയുടെ വേഗമാണ് ചോദിച്ചിരിക്കുന്നത് P മുതൽ Q വരെ അല്ലേ. വേഗം എന്ന് വെച്ചാൽ സ്പീഡാണ്. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, ദൂരം ബൈ സമയമാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇനി അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ വേഗം മാത്രം മതിയോ? പ്രവേഗം വെലോസിറ്റിയും കൂടെ കണ്ടുപിടിക്കണം, രണ്ടും കണ്ടുപിടിക്കണം. അപ്പം വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. ഇത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. തിരിഞ്ഞു പോകരുത്. ഇത് ദൂരം ബൈ സമയമാണ്, ഇത് സ്ഥാനാന്തരം ബൈ സമയമാണ്. തിരിഞ്ഞു പോകല്ലേ എൻ്റെ പൊന്നുമക്കളെ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോഴേ എന്താ, ഒറ്റ വര അല്ലേ. നോക്കി, ഒറ്റ വര. ഏതാ, ഇവിടെ ഒറ്റ വര എന്ന് ഉദ്ദേശിക്കുന്നത് ഇതല്ല, എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതാണ് അല്ലേ. P മുതൽ Q വരെ ഒറ്റ വര. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട്, കാരണം ഇത് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. P മുതൽ Q വരെന്നേ ചോദിച്ചുള്ളതുകൊണ്ടാണ് ഒറ്റ വര. ഏതാ, 40. അവിടുത്തെ സമയം 8. അപ്പോൾ രണ്ടിടത്ത് ഒരുപോലെ കിട്ടി അല്ലേ. ഇവിടുത്തെ എന്ത് കിട്ടി? സ്പീഡും വെലോസിറ്റിയും ഒരേ ആൻസർ അല്ലേ കിട്ടിയത്. വെലോസിറ്റി ആൻഡ് സ്പീഡ് ആർ ഈക്വൽ only when an object is moving in the same directions along the straight line അല്ലേ. നമ്മുടെ ടെസ്റ്റിൽ അത് പറയുന്നുണ്ട്. അതാ ഞാൻ സെപ്പറേറ്റ് എഴുതാഞ്ഞത്. വെലോസിറ്റിയും സ്പീഡും, വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് പ്രവേഗവും വേഗവും ഈക്വലാണ്, തുല്യമാണ് അല്ലേ. കാരണം ആ വസ്തു മൂവ് ചെയ്യുന്നത് ഒരേ ദിശയിലാണ്, സ്ട്രെയിറ്റ് നേരായ പാതയിലൂടെയുമാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം. എ വെഹിക്കിൾ, അതിൻ്റെ തൊട്ട് താഴെ ഒരെണ്ണമുണ്ട് കുഞ്ഞുങ്ങൾ നോക്കിയേ. എ വെഹിക്കിൾ ട്രാവൽസ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. നോക്കണേ, ഒരു വാഹനം സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ. അതായത് 25 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ നേർരേഖയിൽ സഞ്ചരിക്കുന്ന, വളഞ്ഞു ഒന്നും പോയിട്ടില്ലേ, നേരെ കിടക്കുന്ന നല്ല റോഡാണ്, ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വാഹനം എത്ര മീറ്റർ പെർ സെക്കൻഡാ? 25. നമുക്ക് ഇതിലെ കണക്ക് തരുമ്പം എന്തോ തന്നിട്ടുണ്ട് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ എന്തോ തന്നിട്ടുണ്ട്, വെലോസിറ്റി
അല്ലേ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം തന്നിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത എന്തോ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ദൂരം അല്ലേ, നോക്കിക്കേ 400 മീറ്റർ ദൂരം. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 400 മീറ്ററിന് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. കണ്ടല്ലോ, അതിന് സംശയമില്ലല്ലോ. അപ്പം എന്തോ തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചേ, ഇതിനെടുത്ത സമയം എത്രയായി എന്നാ ചോദിച്ചത്. എന്താ നിങ്ങളെ, ഇതിനെടുത്ത സമയം എത്രയായി എന്നാ ചോദിച്ചത്. അപ്പം തന്നിരിക്കുന്ന എന്തോ തന്നിട്ടുണ്ടോ അത് പറക്കി എഴുതണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്ര വെലോസിറ്റി എത്ര തന്നിരിക്കുന്നത്, ഫസ്റ്റിൽ 25 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവേ, പ്രവേഗം തന്നിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്തോ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് നേരായ റോഡാണ് കേട്ടോ, അവർ എടുത്ത് പറയുന്നുണ്ട് നേരായ റോഡാണ്, നേർരേഖയിലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് എത്ര, 400 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എസ് എന്ന അക്ഷരം കൊണ്ടാണ്, വെലോസിറ്റിയെ നമ്മൾ ഏതക്ഷരം കൊണ്ടാണ്, വി എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. അല്ലോ, അത് രണ്ടെണ്ണം തന്നല്ലോ. ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാം കുഞ്ഞുങ്ങൾ. ഇവിടെ നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞത്, എന്തു കാണാനാ, ഇതിന് സഞ്ചരിച്ചുവെങ്കിൽ ഇതിനെടുത്ത സമയം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം S/T ആണ് അല്ലേ. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷന് S/T ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ, ഓരോന്നും നോക്കിക്കോണേ. അപ്പം ഇത് ഓർത്ത്, വെലോസിറ്റി വി എന്ന് പറയുന്നത് S/T ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് VT ആയിരിക്കും. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഇന്ന് നല്ലപോലെ. വെലോസിറ്റി എന്നാൽ S/T ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് VT ആയിരിക്കും. VT എന്ന് വെച്ചാൽ V/T ആയിരിക്കും. പഠിച്ചു വെച്ചേക്കണേ കേട്ടോ, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് അഥവാ ചോദിച്ചാൽ എഴുതണം കേട്ടോ. അപ്പം നമുക്ക് നോക്കൂ നിങ്ങൾ ഇവിടെ. അപ്പം ഇനി നമുക്ക് ടൈമാണ് അറിയേണ്ടത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, വെലോസിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. ആകെ ഉണ്ടെന്ന് പറയാൻ അതേ ഉള്ളൂ അല്ലേ, നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പം അത് വെച്ചിട്ട് ടൈം അല്ലേ, T കണ്ടുപിടിക്കണം. അപ്പം S/V ആണ്. ഈ 3 ഇക്വേഷനും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. V കാണാൻ S/T ആണ്, S കാണാൻ V/T ആണ്, T കാണാൻ എന്ത് ചെയ്യണം, S/V ആണ് കേട്ടോ. ഈ 3 ഇക്വേഷൻ പഠിക്കണം, കാരണം നമുക്ക് തന്നിരിക്കുന്ന വെച്ചല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ, S എന്ന് വെച്ചാൽ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര, 400 ബൈ വെലോസിറ്റി എന്ന് വെച്ചാൽ എത്രയാണ്, 25 കേട്ടോ. ഈ 400 എന്ന് പറയുന്നത് മീറ്ററാണ്, 25 എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം നമുക്ക് എത്ര, 16. ഈ എമ്മും വെട്ടിപ്പോയി, പിന്നെ ആരേ ഉള്ളൂ, സെക്കൻഡ്. 16 എസ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്, സെക്കൻഡ് അല്ല ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ. ഓക്കെ ആണോ, അത്രയും? എന്തെങ്കിലും സംശയമുണ്ടോ എവിടെയെങ്കിലും വന്നതിൽ? കാരണം നമ്മുടെ ഈ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റുമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും വെച്ച് വരുന്ന ഇക്വേഷൻ നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ, ചാടി കയറി എഴുതി വെക്കരുത്. ഇത് രണ്ടും വരുന്ന ഇക്വേഷൻ എന്ന് വരണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ 3 പഠിച്ച് മനസ്സിൽ വെച്ചിരിക്കണം. അപ്പം നമുക്ക് ചെയ്യാം. S ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ VT, V ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ S/T, സമയമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ T = S/V, കാരണം നമ്മുടെ കയ്യിൽ ഇത് രണ്ടുമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ആൻസർ കേട്ടോ, മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാവും നിങ്ങൾ കേട്ടോ. കണക്ക് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിനകത്തിലെ ഇതെന്തൊക്കെയാണെന്ന്. അടുത്തത്, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ്. ചോദ്യം കണ്ടോ, മറന്നുപോയി. നോക്കിയേ, 36 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് 1 മിനിറ്റിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. നോക്കണേ, അവിടെ എന്തോ കണ്ടുപിടിക്കാനുള്ളത്, സ്ഥാനാന്തരം എന്തുവാന്നാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. ചോദ്യത്തിൽ തന്നെ ഉണ്ടോ നിങ്ങൾ എന്തുവാണ്. അപ്പോൾ നമുക്കിവിടെ 36 മീറ്റർ പെർ പ്രവേഗം തന്നിട്ടുണ്ട്. പ്രവേഗം എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. എത്ര, വെലോസിറ്റി തന്നിട്ടുണ്ട്, പിന്നെ വെലോസിറ്റി 36 മീറ്റർ തന്നിട്ടുണ്ട്, പിന്നെന്തോ തന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല, സമയം തന്നിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്യും, 1 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. ഓക്കെ, തന്നത് വെച്ച് നമുക്ക് എഴുതാം. വെലോസിറ്റി തന്നിട്ടുണ്ട് 36 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ, പ്രവേഗം കണ്ടോ, പ്രവേഗം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സമയമാവും നിങ്ങൾ തന്നെ. സമയം എന്ന് വെച്ചാൽ 1 മിനിറ്റാണ് അല്ലേ. 1 മിനിറ്റിലൊരിക്കലും കണക്ക് ചെയ്യത്തില്ല. ഫിസിക്സ് ഞാൻ നേരത്തെ ഇത് തുടങ്ങിയപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? മിനിറ്റിലും മണിക്കൂറിലും ഒന്നും അവറിലും ഒന്നും ചെയ്യത്തില്ല, എപ്പോഴും സെക്കൻഡിലേ ചെയ്യൂ. അപ്പോൾ 1 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര സെക്കൻഡാ, 60 സെക്കൻഡ് കേട്ടോ.
1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ്. അപ്പം നമുക്ക് എന്തോ ഉള്ളു, വിയും ഉണ്ട് ടിയും ഉണ്ട് അല്ലേ, വിയും ടിയും ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് വി തന്നിട്ടുണ്ടേ നമ്മൾ എങ്ങനെ എഴുതാം? S/T എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, S/T പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് എസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വി ഇൻറ്റു ടി ആണെന്ന് നമുക്കറിയാം. വി ഇൻറ്റു ടി നോക്കിയേ, വി ഇൻറ്റു ടി ഇത് വെച്ച് കിട്ടത്തില്ലേ? മനസ്സിലായോ? അപ്പം എസ് ഈസിക്കൽ ടു വി എന്ന് പറഞ്ഞ എത്ര കുഞ്ഞുങ്ങളെ? 36 മീറ്റർ/സെക്കൻഡ് ആണ്. ഇൻറ്റു അല്ലേ, ഇൻറ്റു ആ ചോദ്യം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതിനകത്ത് എന്തോ തന്നിട്ട് ഇപ്പോൾ വി S/T വെച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എടുത്തേതാ? വി ഇൻറ്റു ടി വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. കാരണം വിയും ടി ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 60 സെക്കൻഡ്. 36 ഇൻറ്റു 60 2160 ആണ് കേട്ടോ. അതായത് ഞാൻ ഇവിടെ കാണിക്കേണ്ട 36 മീറ്റർ/സെക്കൻഡ് ഇൻറ്റു 60 സെക്കൻഡ് എന്നാണ്. അപ്പം ഈ സെക്കൻഡും കൂടെ വെട്ടിപ്പോയാൽ പിന്നെ ആരാ ഇവിടെ? എം. അപ്പം ആ എം ഇവിടെ എഴുതണം, 2160 എം. ഒരേപോലുള്ള രണ്ടിടത്ത് വരുമെങ്കിൽ അതങ്ങ് വെട്ടിക്കള, ക്യാൻസൽ ആവും കേട്ടോ. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമ്മളിവിടെ എല്ലാം ചെയ്തു. അപ്പോൾ ഇനി ഇതൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം കേട്ടോ. ഓടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സമപ്രവേഗവും അസമപ്രവേഗവും കേട്ടോ. കാരണം ഇത് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞു വരുമ്പോൾ അങ്ങ് ഒരുപാടാവുന്നുണ്ട്. ഓക്കെ കുഞ്ഞുങ്ങളെ, അതായത് യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും അതായത് ഇവിടെ എളുപ്പം ഞാനങ്ങ് പറയാം. 3 കാറ് കൊടുത്തിട്ടുണ്ട്. 3 കാറുകൾ 200 മീറ്റർ ദൂരം സഞ്ചരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. മഞ്ഞക്കാറ്, നീലക്കാറ്, ചുമന്ന കാറ് 3ൻ്റെയും തന്നിട്ടുണ്ട്. കാറുകളുടെ ചലനത്തിൻ്റെ പ്രത്യേകതകൾ നിരീക്ഷിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. മഞ്ഞക്കാറ് പോകുന്നത്, നീലക്കാറ് പോകുന്നതും ചുമന്ന കാറ് പോകുന്നതും നോക്കിക്കോണം. കണ്ടല്ലോ, നമ്മളോട് പറഞ്ഞത് സമപ്രവേഗം. എന്ത് കുഞ്ഞുങ്ങളെ? ഈ സമപ്രവേഗം ഒരേ രീതിയിൽ. ഞാനിപ്പോൾ കാർ ഓടിച്ചുകൊണ്ട് പോവാമെങ്കിൽ ഞാൻ എപ്പോഴും 40 ഓടിക്കത്തുള്ളൂ, അല്ലെ ഞാൻ എപ്പോഴും 50 മാത്രമേ, എൻ്റെ കാല് പുറകോട്ട് പോകത്തില്ല, മുമ്പോട്ട് പോകും. ആ ഒരൊറ്റ സ്പീഡിലാണ്. ഫസ്റ്റ് ഇട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരൊറ്റ ഇതിലേ പോകത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒരേ ഇതിൽ പോകുന്നതിനെയാണ് സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം പിടികിട്ടിയോ? അല്ലാതെ ഇവിടുന്ന് ഫസ്റ്റ് ഇട്ടതേ 60, അത് കഴിഞ്ഞാൽ പിന്നെ 100, 100 ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരു സ്ഥിരകാലം ഇല്ലാതെ കൂടിയും കുറഞ്ഞും ഒക്കെ പോകത്തില്ലയോ? ഇല്ലയോ? നമ്മുടെ കൊച്ചു പിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിലോട്ട് വണ്ടി കൊണ്ട് കൊടുത്തതല്ലേ? ഒരു ഇതും ഇല്ലാതെ എല്ലാവരെയും അല്ല പറഞ്ഞാൽ കുറേ പേരില്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്പീഡിൽ പോകുന്നതാണ് എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് അല്ലേ? അപ്പോൾ അത് ഇവിടെ അതാ പറയുന്നത്. മഞ്ഞക്കാറ് പോകുന്ന നോക്കിയേ കുഞ്ഞുങ്ങളെ, 0 മീറ്റർ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കാണ്. ഫസ്റ്റ് നോക്കിയേ, 1 സെക്കൻഡിൽ 10 മീറ്റർ, 2 സെക്കൻഡിൽ 20 മീറ്റർ, 3 സെക്കൻഡിൽ 30, 4 സെക്കൻഡ് 40, 50, ഓരോ സെക്കൻഡ് വെച്ചിട്ട് 10 വീതം കൂട്ടി, ഒരു മാറ്റവും ഇല്ല, 10 വീതം കൂട്ടി ഇങ്ങനെ പോവുകയാണ് നമ്മുടെ മഞ്ഞക്കാർ. മീൻസ് എ കാർ, എ എന്ന് പറയണം കേട്ടോ. എയുടെ കാറുകൾ അതിന് ഒരു മാറ്റവും ഇല്ല. അയാൾ ആ ഒരു സ്പീഡ് 10 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. മനസ്സിലായോ? എന്നാൽ ബി നോക്കിയോ നിങ്ങളെ, ഫസ്റ്റ് 0 ഒറ്റ സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ, ഒറ്റ സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ. മനസ്സിലായോ? രണ്ടാമത്തെ സെക്കൻഡിൽ 30 മീറ്റർ വന്നു. പിന്നെയും ഒന്ന് ബ്രേക്കിലൊക്കെ ഇതൊക്കെ കുറച്ചിട്ട് 3-ാം സെക്കൻഡിൽ 40-ലായി. വീണ്ടും 4-ാമത്തെ സെക്കൻഡ് നോക്കിയേ, അത് 60 ചെന്നു. കണ്ടോ? അപ്പോൾ അവിടെ എന്താ നോക്കിയേ, ഒരേ ലെവലിലാണോ അത് പോയേക്കുന്നത്? അല്ല, അതെന്താണ്? നോൺ യൂണിഫോം മോഷനാണ്. ഇത് രണ്ടും അങ്ങ് ഓക്കെ ആക്കിയോ നിങ്ങൾ? ഒരേ രീതിയിൽ പോകുന്നതിന് യൂണിഫോം മോഷൻ എന്നും ഡിഫറൻറ്റ് ഇതായിട്ട് പോകുന്നതിന് നോൺ യൂണിഫോം മോഷനുമാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ച ചോദ്യം നമുക്ക് എഴുതാം. കാർ എയുടെ പ്രവേഗം എല്ലായ്പ്പോഴും തുല്യമായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? കാർ എ പോയത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഒരുപോലെയാണോ നിങ്ങളെ പോയത്? കാരണം എന്താണ്? ഇൻ ദ വെലോസിറ്റി ഓഫ് എ കാർ എ ദ സെയിം അറ്റ് എവരി പോയിന്റ്, ഒരുപോലെയാണോ പോയത്? അതിനുള്ള റീസൺ എന്താണ്? അതെ, യെസ്, ദ വെലോസിറ്റി ഓഫ് എ കാർ എ ഈസ് യൂണിഫോം മോഷനിലാണ് പോയത്. യൂണിഫോം എന്ന് പറഞ്ഞാൽ മതി, മോഷനല്ല, യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാർ എ ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം അല്ലേ? കാർ എയുടെ പ്രവേഗം തുല്യമാണ്, കാരണം തുല്യ സമയത്തിൽ അല്ലെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണ് അത് സഞ്ചരിച്ചത്.
മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇപ്പം 1 മുതൽ 0 നിന്ന് 10 വരെ, 10 നിന്ന് 20, 30 അങ്ങനെ 10 വീതം ഒരു മാറ്റവും ഇല്ല, അതേ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. 10 വെച്ചാണ് അയാൾ പോയത്. 1 സെക്കൻഡിൽ 10 വെച്ചാകുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡാണ് അവിടെ വെലോസിറ്റി കിട്ടുന്നത്. ഇതാണ് ഒന്നാമത്തെ കാറിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? കാരണം അത് കറക്റ്റായിട്ടാണ്, ഒരു മാറ്റവും ഇല്ല. ഓരോ സെക്കൻഡിലും 10 വീതം കൂട്ടി മാത്രമേ പോകുന്നുള്ളൂ. കൂട്ടി എന്ന് വെച്ചാൽ 10, 0 നിന്ന് 10 വരെ 10, 10 നിന്ന് അടുത്തിലോട്ട് വരുന്നതും 10 അങ്ങനെ ഒരു മാറ്റവും ഇല്ലാതെ പോവുക. എന്നാൽ നമ്മൾ പറഞ്ഞല്ലോ, വാട്ട് ഈസ് ദ വെലോസിറ്റി കാർ ബിയുടെ കുഞ്ഞുങ്ങളെ? ബി നോ. ഒരേപോലെയാണോ? അല്ല. എന്തുകൊണ്ടാ? ദ വെലോസിറ്റി ഓഫ് കാർ ബി ഇൻ നോൺ യൂണിഫോം ആണ്, അല്ലേ? നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. കാരണം കാർ ബി കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ട്രാവൽ ഓഫ് ടൈം. അതായത് ഇപ്പോൾ 0 സെക്കൻഡിൽ നിന്നും നോക്കിയേ 2 സെക്കൻഡ് വരെ 30 മീറ്ററിലാണ് പോയത്. ഈ 2 സെക്കൻഡിൽ നിന്ന് 3 സെക്കൻഡ് വരെ 10 മീറ്ററാണ്. കാരണം 30-നും 40-നും ഇടയ്ക്ക് 10 മീറ്ററിലാണ്. 3 സെക്കൻഡിൽ നിന്ന് 4 സെക്കൻഡ് വരെ 20 മീറ്ററാണ്. 40-നും 60-നും ഇടാം. അതായത് പടം കാണുമ്പോഴറിയാം. അതെ, 40-നും 60-നും ഇടയിൽ, 3 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടയിൽ 40 to 60. കണ്ടോ ഇവിടുത്തെ ആ വേരിയേഷൻ വന്നേക്കുന്നത് നിങ്ങൾ കണ്ടോ? അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് വെച്ച് അല്ല, കാർ ബിയുടെ പ്രവേഗം തുല്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം കാർ ബി തുല്യ സമയങ്ങളിൽ വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അതിനകത്തിലെ അടുത്തൊരു ചോദ്യം നോക്കിയോ നിങ്ങളെ? വാഹനങ്ങളുടെ സിയും കൂടെ ഒന്ന് നോക്കിയാൽ ഞാൻ പറയുന്നത്. സി എന്ന് വെച്ചാൽ വൃത്താകൃതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സർക്കിളാണ്. ഈ സർക്കിളിൽ കാർ ഓടിക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ട് കാർ താപ്പോട്ട് ചെരിവല്ലേ? ഓക്കെ, ചെരിവല്ലേ? മുമ്പ് നമ്മൾ പഠിച്ചതുപോലെ ഡിസ്റ്റൻസ് ഒക്കെ ശരിയാണ്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ 1, ഇവിടെ വരെ 2, 3, 4 കൊടുത്തേക്കുക. നോക്കി, ഇവിടെ വരെ 10, ഇവിടെ വരെ 20, ഇവിടെ വരെ 30 കറക്റ്റായിട്ടാണ് പോയിരിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? അതായത് ഇൻ കേസ് car B is displacement is not same in equal interval of time, so velocity is not same always. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് വെലോസിറ്റി ഓഫ് കാർ സി ഈസ് നോട്ട് സെയിം എവരി സെക്കൻഡ്. ഓരോ സെക്കൻഡിലും കാർ സി എന്ത് ചെയ്യുന്നു? അതിൻ്റെ വെലോസിറ്റി ഒരുപോലെയല്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് ഡസ് നോട്ട് ചേഞ്ച് ബട്ട് ചേഞ്ച് ഡിറക്ഷൻസ് വിച്ച് കോസസ് വെലോസിറ്റി ടു ചേഞ്ച്. ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഏതാണ്ട് ഇതിപ്പോൾ നമ്മളൊക്കെ വട്ടത് റൗണ്ട് അല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ പോവാം. ഇത് റൗണ്ട് അല്ലേ, അപ്പോൾ കാർ ഒന്ന് കുനിഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടുത്തെ മിനിറ്റുകളും എല്ലാ സെക്കൻഡും എല്ലാം ശരിയാ. നോക്കിയേ, അതൊക്കെ ഓക്കെയാ. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് വർത്തുള പാത എന്ന് വെച്ചാൽ സർക്കിള്. ഈ വർത്തുള പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനദിശ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്ന്, ഇവിടെ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ആൻസർ സിയുടെ. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. അതാണ് ഈ സിയുടെ പ്രത്യേകത കേട്ടോ. ഓക്കെ ആണോ? ഇനി അതിനകത്തുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ ടയറ്, അങ്ങനെ ഒരു ചോദ്യമുണ്ടേ. വാഹനങ്ങളുടെ ടയർ കറങ്ങുന്ന അവസരത്തിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി തെറിച്ച് പോകുന്നതിന് കാരണം എന്താണ്? ഓരോ സമയവും ചെളി തെറിക്കുന്നത് ഒരേ ദിശയിലാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ദ മഡ് സ്റ്റിക്കിംഗ് ടു ദ ടയർ ഓഫ് വെഹിക്കിൾ സ്പ്ലാഷ് ഓഫ് വെൻ റൊട്ടേറ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ സെയിം ഡിറക്ഷൻസ് ആൾവേസ്. ഈ വാഹനങ്ങളുടെ ടയറുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി കറങ്ങുമ്പോൾ അത് തെറിക്കുന്നു, അല്ലേ? പക്ഷേ അതെല്ലായ്പ്പോഴും ഒരേ ദിശയിലാണോ? നമ്മളത് നോക്കിയോ നിങ്ങൾ. ഇപ്പോൾ ഈ കാർ ഇവിടുന്ന് ഇങ്ങനെ വന്നു, അല്ലേ? ഇവിടെ വരുമ്പോഴത്തേക്ക് തെറിക്കുന്നതൊക്കെ ഇതിൻ്റെ ഇങ്ങനെ ആയിരിക്കത്തില്ലേ? അതിൻ്റെ നേരായ രീതിയിലായിരിക്കത്തില്ലേ? അപ്പോൾ അത് ഒരേപോലെയാണോ തെറിച്ച് പോകുന്നത്? നോക്കിയേ, ഒരേ രീതിയിലാണോ അത് പോകുന്നത്? അല്ല, വ്യത്യസ്ത രീതിയിലായിരിക്കും കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഒക്കെ എന്താണെന്നും കൂടെ ഞാനങ്ങ് പറയാം. അതായത് ഇത് രണ്ടും തങ്ങളുടെ ഡിഫറൻസ് അതിനകത്ത് പറയുന്നുണ്ട്. ഇതങ്ങ് എഴുതിയെടുത്തോണ്ട് കുഞ്ഞുങ്ങളെ. കാരണം വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം എന്ന് വെച്ചാൽ ഇവിടെ കുറേ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇവിടെയും തന്നിട്ടുണ്ട്. കാർ എയിലെ സമപ്രവേഗമാണ് എന്ന് വെച്ചാൽ യൂണിഫോം. ഇവിടെ യൂണിഫോം വെലോസിറ്റി എന്നാണ് കുഞ്ഞുങ്ങളെ കേട്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക്. ഇവിടെ നോൺ യൂണിഫോം ആണ്. ഇവിടെ അതിൻ്റെ റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിൻ്റെ അളവോ ദിശയോ ഒന്നും ഒന്നാമത്തതിൽ മാറുന്നില്ല. പക്ഷേ ബിയിലാണെങ്കിലോ, കാർ ബിയിൽ നോൺ യൂണിഫോം ആണ്, അല്ലേ? ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ കുഞ്ഞുങ്ങളെ? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്.
അല്ലേ, വെലോസിറ്റി മാറുന്നുണ്ട്. ഇനി കാർ സിയിലും എന്താണ് അത് ഒരേപോലെ പ്രവേഗത്തിൻ്റെ അളവ് മാറുന്നില്ല, പക്ഷെ ദിശ മാറുന്നുണ്ട്. കണ്ടോ, ദിശ മാറുന്നുണ്ടെങ്കിൽ എന്താ, അത് നോൺ യൂണിഫോം ആണ് കേട്ടോ. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇവിടെ കുറേ എക്സസൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ പേജിലെ, അതായത് വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു, അത് യൂണിഫോം വെലോസിറ്റിയുടെയാണ്. എ ട്രെയിൻ ഈസ് മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻസ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരം. ഓപ്ഷൻ തന്നിട്ട് നമ്മൾ പറക്കി എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. എ സ്റ്റോൺ ഡ്രോപ്ഡ് ഡൗൺ, മുകളിൽ നിന്നും താഴേക്ക് ഒരു കല്ലിൻ്റെ ചലനമാണെങ്കിൽ എന്താ, അത് സ്ട്രേറ്റിങ് വീഴുമല്ലോ. അതേ പോയി അപ്പുറത്ത് പോയി കാക്കയും കിളിയൊക്കെ കണ്ടിട്ട് വരട്ടെന്നും പറഞ്ഞ് കല്ല് പോവും, ഇല്ല, നേരെ താഴെ അല്ലേ. അതുപോലെ തന്നെ എ ബസ് സ്റ്റാർട്ട് ഫ്രം എ സ്റ്റോപ്പ് ആൻഡ് ഗോസ് എ ഹെഡ്, ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും പുറപ്പെടുന്ന ബസ് ഉണ്ടല്ലോ, അത് മുന്നോട്ട് നീങ്ങുന്നത് അല്ലേ, അത് ഫസ്റ്റ് എന്താ മുന്നോട്ട് നീങ്ങുന്നത്, അതും നോൺ യൂണിഫോം ആണ്. പിന്നെ ഊഞ്ഞാലാടുന്നത്, അത് മുമ്പോട്ട് പോകുന്നു പുറകോട്ട് വരുന്നു, അതെന്താണ്, അതും നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടെസ്റ്റിലെ ഈ കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് ഇത് പറക്കി തന്നെ ഇവിടെ എഴുതാൻ ചോദിച്ചാണ്. അപ്പോൾ 33-ാമത്തെ പേജ് വരെ നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് ആക്സലറേഷനാണ്, വലിയൊരു ചാപ്റ്ററാണ്, അത് നമുക്ക് നാളെ ഇടാം. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.